വിളക്ക് കുഞ്ഞു കുളത്തിൽ പോവാണ് ഗൈസ്. അത്ര ടെസ്റ്റ് ചെയ്യുന്ന മണപ്പിക്കണ അടുത്ത് മണപ്പിക്ക. അത്ര ഒന്നുമല്ല കേട്ടാ, ചെറുതായിട്ട് എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടിട്ട് മറ്റേ കാട്ടുള്ളി തേയിലും വാങ്ങി നോക്കിയതാ. അല്ലല്ല മണപ്പിക്ക അടുത്ത് മണപ്പിക്ക. അങ്ങനെ പറശ്ശിനിയത്തെ ചന്തയിലെല്ലാം ഫുൾ ഒരുപാട് നോക്കിയതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങലായി. എന്തോ വാങ്ങിയാ പോയിട്ട് മാച്ച് ആക്കിയതാ. സൂപ്പർ. ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. സച്ചിൻ കുഞ്ഞ് അങ്ങോട്ട് പോയി. ഒരു വെയിലായിട്ട് വേഗം പറശ്ശിനിന്ന് വന്ന് കാറിൽ കയറി. ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പം എവിടത്തേക്ക് പോന്നെ? ഫുഡ് കഴിക്കാം. എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കണം. കള്ളിഷാപ്പ് പോകാം. കള്ളിഷാപ്പ് അവിടെ കൊണ്ട് നോക്കാം. അതിലേക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ വീട് പോവാം. നല്ല കള്ളിഷാപ്പ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. മാട്ടൂർ അങ്ങനത്തെ എന്തോ ഒരു സ്ഥലത്തൊരു പെറ്റ് സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇൻസ്റ്റയെല്ലാം കണ്ടിന്. അപ്പൊ അവിടത്തേക്ക് പോയി നോക്കാം. നമ്പർ അടിക്കാൻ മെഹബൂബ മെഹബൂബ മെഹബൂബ. അങ്ങനെ കുറെ യാത്ര ശേഷം ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. അമ്മയോ? എനിക്ക് ചോറ വേണ്ട, ചോറില്ല. ഒന്നും പറഞ്ഞില്ല. സ്ഥിരം ചപ്പാത്തി ഗിഫ്റ്റില് ഞാൻ മന്തി വന്നു തിന്നിട്ട് രണ്ടാളും അടിയായി. സിദ്ധൻ ഓർഡർ ചെയ്തത് അല്ല ഇവര് തമ്മിൽ അടിയായി, പ്രശ്നമായി. ഓളല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തേക്കുന്ന ചുണ്ടിനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്, കറ്റാക്കുന്നുണ്ട്. ഇവിടെ 2-3-4 ഹോട്ടലുണ്ട് ഈ സൈഡ്. വയറ് നിറഞ്ഞിട്ട് അധികം കയറ്റുന്നുണ്ട്. അതൊന്ന് കഴിയുക. റോമാമ്പഴം നേരെ കാണുന്നുണ്ട് ഒരു റെസ്റ്റോറന്റ്. മന്തി തേഞ്ഞിട്ട് എന്റെ അമ്മ എനക്കനങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ടായി? ഹോട്ടലിന്റെ പേര് നോക്കിട്ടാ. കള്ളിഷാപ്പ് പറഞ്ഞ ലാസ്റ്റ് കള്ളിഷാപ്പ് മാട്ടൂർ സ്റ്റേഷനിൽ പോയിട്ടാ പോണത്ര. ഇവിടെ പോയിട്ട് പോകും. അപ്പോഴേക്ക് നമ്മ സ്റ്റുഡിയോയില് പോകാത്ത അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരുന്നു. എന്തി പറയാനില്ലേ? കുറേ ആയിട്ട് വരണം എന്ന് വിചാരിച്ചാണ്. പയ്യന്നൂർ കളക്ഷൻ കുറഞ്ഞു നോക്ക് കണ്ണൂര് പറശ്ശിനിക്കട വന്നിട്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി നോക്കാം. അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. കണ്ണൂർ സ്റ്റുഡിയോയില് എന്താ കയറി കൂടെ? പാർക്കിംഗ് എല്ലാം ഫുള്ളായിട്ട് നമ്മ കാറ് ആടാ ബ്ലൂ കാർ ഇട്ടാ ആടെ വെച്ചിട്ട് വന്നതാ. അക്കൂസിന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് സ്റ്റുഡിയോയിലേക്ക് വരണമെന്നില്ല. അക്കൂസേ അങ്ങനെ ഒടുവിൽ സാധിച്ചില്ലേ?
വാ ഇട്ടോക്കാം. കണിഞ്ഞല്ലോ വന്നിട്ട്. എങ്ങനെയുണ്ട് സ്റ്റുഡിയോ? വന്നിട്ട് ആകെ പെട്ടുപോയത് അളിയനാണ് കേട്ടോ. ഐറക്കാണെങ്കിൽ സ്വർഗം കിട്ടിയ പോലെ ഒരേമാതിരി കളി തന്നെ. കളിക്കുന്ന വായിന്ന് കിടക്കുന്ന ഉരുളുന്നു. അതിനിടയിൽ അക്കൂസ് പോയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ട് നോക്കിയിട്ട് വന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അക്കൂസ് ഞാനും അടിയായി ഇടയിൽ. വായിലേക്ക് ഇടൂ. ചെടിയാ രണ്ടാളും അടിയായി. ആകെ എല്ലാരും സൈഡായി. ഒന്നും നടന്നിട്ടേ. സ്റ്റുഡിയോയില് പോയി അക്കു ഞാൻ കലമ്പും കയപ്പാക്കിട്ട് ഇറങ്ങി. മന്തി തിന്നതിനോട് എല്ലാവർക്കും മന്തി പിടിച്ചു. മന്തി പിടിച്ചു എന്ന് അച്ഛൻ പറയുന്നു. എന്നിട്ടിപ്പോ മാട്ടൂരും പോയിട്ട് അവിടെ പോയിട്ടാ. പെറ്റ് സ്റ്റേഷൻ ഒന്നുമില്ല. വീട്ടിലേക്ക് പോലെ വേറെ ദിവസം പോവാം. അത്രയില്ല പോലെയപ്പോ നമ്മ നമ്മളെ നമ്മടെ പറശ്ശിനിക്കര പോയി എല്ലാരും സൈഡായി. വണ്ടി എടുത്തിട്ട് പറശ്ശിനിക്കര സ്റ്റുഡിയോ പറശ്ശിനി പോയിട്ട് സ്റ്റുഡിയോ പോയല്ലോ. ദേവ് വെച്ച് സാധനം എടുത്ത് കൊടുക്കുന്നു. എന്റെ വണ്ടി ആടാന്നല്ല വലിയ ദേവന്റെ കൂടെ. നമ്മ അക്കു ഞാനും കാറില് അടുത്ത പോയി പോകണം. ഐറാബി ഉണ്ട് ഫ്രണ്ടില് ഉണ്ടാക്കുന്നത്. ഹലോ. ഇപ്പോൾ ലൈറ്റ് ഇല്ല ഇവിടെ പുറത്ത്, അതുകൊണ്ട് ഫ്ലാഷ് രണ്ടാമത് ഫ്ലാഷ് ഉണ്ട്. അപ്പം ദേവൻ്റെ വീട്ടിലെത്തി. നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ അക്കുനെ കൊണ്ടാക്കാൻ പോലെ. എന്നിട്ട് ഞാനും വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഫുൾ സൈഡായി. പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് ലേറ്റ് ആയി. ഇത്രയൊന്നും വിചാരിച്ചിട്ടാ ലേറ്റ് ആവുന്നത്. പോയിട്ടാ ഒന്നും നടന്നിട്ടില്ല. മുഞ്ചും മുടിച്ചിട്ട് എന്നോട് ഇതാക്കി. രണ്ടാളും ചൊടിച്ചിട്ട് ഇത്രോളം ചൊടിച്ചിട്ടുണ്ടായി. ഐറ ഉള്ളിൽ പോയിട്ട് സൈഡായി. എല്ലാവരും സൈഡായി. ഭക്ഷണമെല്ലാം കഴിക്ക് കുളിച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കാച്ചലായി. വേറെ ഒന്നുമില്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതൊരു ശുഭദിനം. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അടിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം. ഓക്കെ, ബൈ.